ഹലോ. ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കാശ് വരുന്ന വരെയുള്ള A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. യൂട്യൂബിൽ മലയാളത്തിലെ ഒരു ബിസിനസ് ചാനലിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. കാരണം ഞാനിത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓൺലൈനിൽ ചെറിയ മുതൽ മുടക്കിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓൺലൈനിൽ എവിടെ തുടങ്ങണം എന്നുള്ളതാണ്. നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ പലരും സെല് ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളതാണ് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും എളുപ്പത്തിൽ വളരെ വേഗത്തിൽ ലാഭകരമായിട്ട് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള, വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഏറ്റവും വേഗത്തിൽ ലാഭകരമായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്, എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവരും ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കാൻ നേരത്തെ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ടിൻ്റെ അതിൽ ആ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ സെല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന് പെർസെൻറ്റേജ് വൈസിലാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്. ഓരോ കാറ്റഗറിക്കും ഓരോ കമ്മീഷനാണ് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും ഓരോ സെയിലിനും. കമ്മീഷൻ കൊടുത്താലും എന്താ, സെയിൽ കിട്ടിയാൽ പോരെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഈ ആമസോണിൻ്റെ, ഫ്ലിപ്കാർട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനാണ്. ഇവരുടെ കമ്മീഷനും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഫീസും ഷിപ്പിംഗ് ചാർജും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ കുറച്ച് ലാഭം മാത്രമാണ് കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് തോന്നിയ പോലെ വില ഇടാനായിട്ട് സാധിക്കില്ല. അതിൽ ഓൾറെഡി നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എങ്ങനെയാണ് വാങ്ങുക? സെയിം പ്രൊഡക്റ്റ് പക്ഷേ ഡിഫറെൻറ്റ് പ്രൈസ് ആണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞതാണല്ലോ നമ്മൾ എടുക്കുകയുള്ളൂ. ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് തന്നെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്ത്, ബോംബെ, ഡൽഹിയിലൊക്കെ ഉള്ള മാനുഫാക്ചേഴ്സ് തന്നെ ഡയറക്റ്റ് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാം അടുത്തുനിന്ന് എടുത്ത് മറിച്ച് വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ വിലയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. പിന്നെ ഉള്ളൊരു പ്രശ്നമാണ്, നമുക്ക് ഡേ 1 മുതൽ GST വേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും GST വേണം. എന്നാൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമുക്ക് GST ഇല്ലാതെ തന്നെ സെല് ചെയ്യാം. 20 ലക്ഷം രൂപ വരെയൊന്നും നമുക്ക് GSTയുടെ ആവശ്യം തന്നെ ഇല്ല. അതില്ലാതെ ഗവൺമെൻറ് പോലും നിർബന്ധം പറയണില്ല. പക്ഷേ ആമസോണിൻ്റെ കേസിൽ എന്ന് പറയാൻ നേരത്ത് നമുക്ക് ₹1 റവന്യൂ ഇല്ലെങ്കിൽ പോലും നമ്മൾ GST എടുക്കേണ്ടതായിട്ട് വരും. GST എടുത്തു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടാക്സ് നിങ്ങൾ കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം, ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ലാഭം വന്നത്. അധിക സമയം വളരെ തുച്ഛമായിട്ടുള്ള ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കസ്റ്റമറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറ്റില്ല. അതായത് അവർ കാണുന്നു, വാങ്ങുന്നു എന്നല്ലാതെ കസ്റ്റമറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ആ കസ്റ്റമർക്ക് വീണ്ടും പുതിയ പ്രൊഡക്റ്റുകൾ വരാൻ നേരത്ത് സെല് ചെയ്യാനൊന്നും നിലവിൽ ഇപ്പോൾ ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറേയും നമ്മളെയും തമ്മിൽ, ബിസിനസ് ചെയ്യുന്നവരെ തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കസ്റ്റമറുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പറ്റില്ല. ഇതാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ പ്രശ്നം. ഇനി അടുത്തതായിട്ട് പലരും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നല്ല ക്രാഷ് ആവാത്ത ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ തരക്കേടില്ലാത്തൊരു തുക നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വെറുതെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിടുന്നതിലല്ല കാര്യം, അതിൻ്റെ അകത്തേക്ക് ആൾ വരുന്നതിലും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യണതിലുമാണ് കാര്യം. ഒരു കാര്യം ഓർക്കുക, വളരെ ഫേമസ് അല്ലാത്ത വെബ്സൈറ്റുകളിൽ കയറി ആരും നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പർച്ചേസ് ചെയ്യൂല. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഓൺലൈനിലുണ്ട്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ കയറി ഒരാൾ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിന് മണി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വളരെ അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുള്ളൂ. ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാത്ത ആപ്സ് എല്ലാം തന്നെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. മാത്രമല്ല നമ്മളുടെ ഫോൺ നമുക്കൊരോ ദിവസവും റെക്കമെൻഡേഷൻ തരും, ഇന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് ഇത്ര നാളായി, അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തുകൂടെ എന്നുള്ള റെക്കമെൻഡേഷൻ വരും. ഫോൺ സ്ലോ ആവാൻ നേരത്തെ ആദ്യം എല്ലാവരും ചെയ്യണത് ഇതേപോലത്തെ ആപ്ലിക്കേഷൻസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ
അതും ഒരു നല്ലൊരു ഓപ്ഷൻ അല്ല. ഇവിടെയാണ് സോഷ്യൽ മീഡിയ, ഓൺലൈനിൽ സോഷ്യൽ മീഡിയ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം. ഇന്ന് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഘടകം. ആമസോണിൽ എല്ലാവരും പെട്ടെന്ന് സെല് ചെയ്യണതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആമസോണിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വിഭാഗം ഓഡിയൻസ് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ നേരം പോക്കിനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും എല്ലാം തന്നെ. അപ്പോൾ ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ട്. അവരുടെ മുമ്പിലേക്ക് നമ്മൾ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഇന്ന് ഓൺലൈനിലുള്ളത് സോഷ്യൽ മീഡിയയാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നൊരു മൊബൈൽ ഫോണാണ്, എല്ലാവരുടെ അടുത്തും അതുണ്ടായിരിക്കും. ക്യാമറയുടെ ആവശ്യം നമുക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ, അതും ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു സംഗതിയാണ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പലരും വരുത്തുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൺലൈനിൽ എന്തെങ്കിലും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്ത് അവരുടെ പേഴ്സണൽ മൊബൈൽ ഫോൺ നമ്പർ യൂസ് ചെയ്യും. ഇതൊരു തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് നമ്മളുടെ പേഴ്സണൽ ഇത് കൊടുക്കാൻ നേരത്ത്, പേഴ്സണൽ ഫോൺ നമ്പർ യൂസ് ചെയ്യാൻ നേരത്ത് ഒരുപാട് കോളുകളും മെസ്സേജുകളും എല്ലാം നമ്മളുടെ ഈ പേഴ്സണൽ ഇതിലേക്ക് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കിത് സൈലൻ്റ് ആക്കി വെക്കേണ്ടതായിട്ട് വരും. ചില ദിവസങ്ങളിൽ നമുക്ക് ലീവ് എടുക്കേണ്ടതായിട്ട് വരും ആ ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ തുടക്ക സമയത്തൊന്നും നമുക്കൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സിം കാർഡ് എന്തായാലും വേണം, ബിസിനസ്സിന് വേണ്ടി മാത്രം. കാരണം അത്യാവശ്യമുള്ള നിങ്ങളുടെ കോളുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ പേഴ്സണൽ നമ്പറിലേക്ക് തന്നെ വന്നെ, നിങ്ങളുടെ ഫാമിലിയുടെ ഇതെല്ലാം തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ അത് നമുക്ക് സൈലൻ്റ് ആക്കി വെക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളുകളപ്പോൾ മിസ്സാവും. അപ്പോൾ രണ്ടും കൂടി കൂടിക്കൊഴിഞ്ഞ് ആകെ ഒരു കുഴമ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബിസിനസ്സിൻ്റേതായിട്ടുള്ളൊരു സിം കാർഡ് വേണം. ജസ്റ്റ് ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറുടെ ഒരു സിം കാർഡ് നിങ്ങൾ എടുക്കുക. അതിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ആ ഒരു സിം കാർഡ്. സാധിക്കുമെങ്കിൽ, നിർബന്ധമില്ല, സാധിക്കുമെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫോൺ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. നിർബന്ധമൊന്നുമില്ല, സാധിക്കുമെങ്കിൽ അത് നന്നായിരിക്കും. ഇത് മാത്രമേ ഞാൻ പറയണുള്ളൂ. പിന്നെ ഈ സിം കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് നിങ്ങൾ ആ സിം കാർഡ്, ആ സിമ്മിൽ, ആ നമ്പറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. വാട്സപ്പ് ബിസിനസ്, സാധാ വാട്സപ്പ് അല്ല, വാട്സപ്പിൻ്റെ ബിസിനസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ വാട്സപ്പ് ബിസിനസ് നിങ്ങളതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ സിം കാർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ നിർബന്ധമായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഒരു സിം കാർഡ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കോളുകളും മെസ്സേജുകളും എല്ലാം മിക്സ് ആവും. ഫാമിലിയാണോ കോൾ ചെയ്യണത്, കസ്റ്റമറാണോ കോൾ ചെയ്യണത്, ആർക്കാണ് റിപ്ലൈ കൊടുക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ് നോക്കാൻ നേരത്തെ നിങ്ങളുടെ വാട്സപ്പ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ആരുടെയൊക്കെയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടിക്കുഴഞ്ഞൊരു കുഴമ്പ് ആവാതിരിക്കാനാണ് ഞാൻ പറയണത്. സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ് നിങ്ങൾ എടുക്കുക. ഒരു മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷൻ, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ്. ഇതാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനായിട്ട് വേണ്ട ഉപകരണങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് വേണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാനായിട്ട് വേണം, എന്നാലാണ് അതിനൊരു ബിസിനസ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ, ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോണത്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കനമുള്ള പ്രൊഡക്റ്റുകൾ, ഒരുപാട് വെയിറ്റ് വരുന്ന പ്രൊഡക്റ്റുകൾ മാക്സിമം ഒഴിവാക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൊറിയർ കമ്പനികൾ ഈ കൊറിയർ ചാർജ് ഈടാക്കുന്നത് തൂക്കത്തിനനുസരിച്ചാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. അതൊരു പ്രശ്നമാണ്. പിന്നെ നല്ല വലിപ്പമുള്ള, ഭയങ്കര വലിപ്പമുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വലിപ്പത്തിനനുസരിച്ച് നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾ നല്ല കനമുള്ളതും നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഒഴിവാക്കുക. ഏറ്റവും വലിപ്പം കുറഞ്ഞ, കനം കുറഞ്ഞ പ്രൊഡക്റ്റുകളായി എപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ ഓൺലൈനിൽ പരമാവധി ഒഴിവാക്കുക. ചില്ലിൻ്റെ പ്രൊഡക്റ്റുകൾ, സെറാമിക്കിൻ്റെ പ്രൊഡക്റ്റുകൾ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോഴത്തേക്കും തട്ടയും മുട്ടയും പൊട്ടയൊക്കെ ചെയ്യണ സംഗതികൾ ഒഴിവാക്കുക. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ വരാൻ നേരത്ത് നമ്മളിത് കൊറിയർ അയച്ചു കൊടുക്കാറുള്ളൂ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഉദാഹരണം എറണാകുളത്തായിരിക്കും, നമുക്ക് ഓർഡർ കിട്ടുന്നത് കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ആയിരിക്കും.
അപ്പോൾ നമ്മളിത് കൊറിയർ അയച്ച് കൊടുക്കാൻ നേരത്ത് കൊറിയർ കമ്പനികളെല്ലാം തന്നെ അത് വലിയൊരു ചാക്കിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടലും അത് അവരുടെ ഒരു രീതി അങ്ങനെയാണ്. കാരണം അവർക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ലോഡിങ്, ഇറക്കൽ, കയറ്റൽ. അപ്പോൾ ആ ടൈമിലെല്ലാം ഈ ഇടിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില്ല്, സെറാമിക് ഇതേപോലത്തെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ കാണാൻ ചിലപ്പോൾ ഭംഗിയുണ്ടെന്ന് കരുതി ചിലരൊക്കെ അത് തിരഞ്ഞെടുക്കും. പക്ഷേ ഈ ഡാമേജ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നല്ല രീതിയിലൊക്കെ പാക്കൊക്കെ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ പാക്കേജിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലാഭവും കുറയും. പരമാവധി നിങ്ങളിപ്പോൾ നിലവിലിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റും ഇല്ലെങ്കിൽ മാക്സിമം ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക, ഇത്തരം പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ നേരത്ത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തീരെ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാതിരിക്കുക. 10 രൂപ, 30 രൂപ, 50 രൂപയൊക്കെ വില വരുന്ന പ്രൊഡക്റ്റുകൾ ഓൺലൈനിൽ സെല്ല് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഓൺലൈനിൽ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കസ്റ്റമർ ചിന്തിക്കുക 30 രൂപയുടെ പ്രൊഡക്റ്റിന് 50 രൂപ ഷിപ്പിംഗ് ചാർജും കൊടുത്ത് അവർ വാങ്ങാൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ, ചെറിയ വിലയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആ വിലയുള്ളൂവെങ്കിൽ തന്നെയും അത് കോംബോ ആക്കി കൊടുക്കാനായിട്ട് നോക്കുക. ഒരു സിംഗിളായിട്ട് വിൽക്കാതെ 30 രൂപയുടെ ഒരു പീസായിട്ട് വിൽക്കാതെ കോംബോ ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ വളരെ FMCG ഒക്കെ കാറ്റഗറിയിലൊക്കെ ഉള്ള പ്രൊഡക്റ്റുകളാണ് സെല്ല് ചെയ്യുന്ന 10 രൂപ 15 രൂപ വിലയൊക്കെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസെയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 രൂപയെങ്കിലും പ്രൈസ് വരെയാണെങ്കിൽ നമുക്ക് തരക്കേടില്ലാത്തൊരു ലാഭം കിട്ടും. കാരണം ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജും മറ്റുമൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തരക്കേടില്ലാത്തൊരു ലാഭം കിട്ടണമെങ്കിൽ ഒരു 500 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാക്സിമം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. ഇതാണ് നിങ്ങൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്ത് പ്രൊഡക്റ്റ് വിൽക്കും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുക, പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേഖലയിൽ അറിവുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട്, എന്തെങ്കിലും പരിചയ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ എക്സ്പെർട്ടീസിനെ നമുക്കൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ബുക്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇപ്പോൾ ഡയറ്റിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർവീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സപ്ലിമെൻ്റ് പ്രൊഡക്റ്റ് ആ സപ്ലിമെൻ്റ് തന്നെ വിൽക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും സർവീസുകളും നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്നുള്ളത് നോക്കാം. സർവീസും നമ്മുടെ സർവീസ് ബേസ്ഡ് ബിസിനസ്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ പിക്ക് ചെയ്യുക, ആ ഏരിയയിലോ ഏതെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഫിസിക്കൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ളത്, പിന്നെ വില തീരെ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ, അതെല്ലാം നിങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാതിരിക്കുക. ഞാൻ തുടക്ക സമയത്ത് ഞാൻ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്തൊരു പ്രൊഡക്റ്റായിരുന്നു, ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു സ്പീക്കറായിരുന്നു. നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വിലക്കുറവ് കണ്ട് ഞാനത് പിക്ക് ചെയ്തു. അത് ഓർഡറുകളെല്ലാം കിട്ടി, തരക്കേടില്ലാത്ത ഓർഡറുകളെല്ലാം വന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു. ഈ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ കസ്റ്റമർ ഉപയോഗിച്ച് 1-2 ദിവസം കഴിയുമ്പോൾ ഇത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇതൊന്നുമല്ല പ്രശ്നം, നമ്മൾ കസ്റ്റമറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ അത് പോയി തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും, കൊറിയറിന് അയക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യും. ക്വാളിറ്റി ഇല്ലാത്ത തീരെ വില കുറഞ്ഞ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ നേരത്ത് മാക്സിമം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കസ്റ്റമർ ഒരു തവണ വന്ന് ഓർഡർ ചെയ്ത് പോകരുത്, രണ്ടാമത് വീണ്ടും അവർ വരണം. റീ ഓർഡറിങ് ബിസിനസ്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ഓർഡർ കിട്ടുന്ന ഒരു ബിസിനസ്സിലേക്കല്ല, നമുക്ക് റിപ്പീറ്റ് ഓർഡറുകൾ കിട്ടണം. അപ്പോൾ വന്ന കസ്റ്റമറെ നിലനിർത്താനുള്ളൊരു ഉപാധിയാണ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ഓൺലൈനിലാണ് കസ്റ്റമർ നമ്മളെ കാണുന്നില്ലല്ലോ എന്ന് കരുതി ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യരുത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് ആ കസ്റ്റമർ നമ്മളുടെ റിപ്പീറ്റിംഗ് കസ്റ്റമറായിട്ട് മാറും. റിപ്പീറ്റ് ഓർഡറുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു തവണ കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി, ഒരു തവണ കണ്ടെത്തിയാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നേരത്ത് വീണ്ടും അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പക്ഷെ പലരും ചെയ്യണ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറെ നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് കരുതി ഓൺലൈനല്ലേ ലോ ക്വാളിറ്റി വിൽക്കാമെന്ന് കരുതി ലോ ക്വാളിറ്റി വിൽക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓരോ തവണയും നിങ്ങൾക്ക് പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും. എന്നാൽ ഷോപ്പിൽ അവർ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കും, പക്ഷേ ഓൺലൈൻ കസ്റ്റമേഴ്സിനെ അവഗണിച്ചിടും. ഇത് വലിയൊരു അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റ് ഓർഡറുകൾ നമുക്ക് കിട്ടില്ല. റിപ്പീറ്റ് ഓർഡറുകൾ കിട്ടണമെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമറുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളുടെ സമയമൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ അതിന് നിൽക്കണ്ട, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ബിസിനസ് ചെയ്യേണ്ടത്, ഓൺലൈനിൽ എന്തൊക്കെ ചെയ്യണം സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനായിട്ട്? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മളുടെ ഒരു പേജ്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ബിസിനസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാ വാട്സപ്പല്ല, വാട്സപ്പിൻ്റെ ബിസിനസ്. ഈ 4 പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് തുടങ്ങേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേ സമയം തന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന വീഡിയോകൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ. വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ആളുകളും ഇന്ന് കൺസ്യൂം ചെയ്യണത് വീഡിയോയാണ്. പോസ്റ്റുകളോ ഇമേജുകളോ ഒന്നും അങ്ങനെ കൺസ്യൂം ചെയ്യണില്ല. അത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഏറ്റവും വേണ്ടത് വീഡിയോയാണ്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണതും വീഡിയോ കണ്ടൻറ്റുകളെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിങ്ങിനായിട്ട് നമ്മൾ മാക്സിമം വീഡിയോ തന്നെ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ്. അവർ നമ്മുടെ കസ്റ്റമർ ആയിട്ടില്ല ഇതുവരെ, പക്ഷേ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിഭാഗം കസ്റ്റമറെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ളത്. അവർക്ക് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ വീഡിയോ രൂപത്തിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തുടർച്ചയായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു. അതായത് വരാനിരിക്കുന്ന 30 ദിവസം ഓർഡർ കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുമെന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തു. ഓർഡർ കിട്ടിയാലും ശരി, കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, തുടർച്ചയായിട്ട് വരാനിരിക്കുന്ന 30 ദിവസം ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുമെന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തു. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് തുടങ്ങി. ആദ്യത്തെ 10 ദിവസം വലിയ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ 10 ദിവസമായിപ്പോൾ കുറച്ച് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. 21, 22 ദിവസം, ആ 21ാമത്തെ 22ാമത്തെ ദിവസം എൻ്റെ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ ഷെയർ വരൽ തുടങ്ങി. ഒരുപാട് ആളുകളിലേക്ക് അത് എത്താനായിട്ട് തുടങ്ങി. അന്ന് മുതൽ എനിക്ക് നല്ല രീതിയിൽ ഓർഡറുകൾ കിട്ടി തുടങ്ങി. ഞാൻ പലപ്പോഴും യൂട്യൂബ് ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഞാനത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയുടെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ മാർക്കറ്റിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എന്ത് പ്രൊഡക്റ്റും സോഷ്യൽ മീഡിയയിലൂടെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പലരും വരുത്തുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം തന്നെ അവർക്ക് വലിയ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ ക്വിറ്റ് ചെയ്തു പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യം തന്നെ എടുത്താൽ തന്നെ, നമ്മൾ തുടർച്ചയായിട്ട് എക്സസൈസ് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആദ്യ ഒരാഴ്ച എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റോപ്പാക്കിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ കുറച്ച് നാളെങ്കിലും കൂടാൻ, അത് ഞാൻ പറഞ്ഞു, ഒരു 30 ദിവസം 30 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈം ഡ്യൂറേഷനാണ്. പെട്ടെന്ന് തന്നെ അത് കടന്നു പോകും. എത്രയോ 30 ദിവസങ്ങൾ നിങ്ങൾ മുമ്പ് വേസ്റ്റ് ആക്കിയേക്കാണ്. അപ്പോൾ ഒരു 30 ദിവസം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിന് സ്പെൻഡ് ചെയ്താൽ എന്താണ് പ്രശ്നം? അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യുക, വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിലേക്ക് വന്നു തുടങ്ങും. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ വേണ്ടേ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ടൊന്ന്? ഇത് ഒരുപാട് പേരുടെ ഒരു മിസ്കൺസെപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റിദ്ധാരണയാണ്. ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് അവരുടെ സോഷ്യൽ മീഡിയയുടെ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള
കണ്ടൻറ്റുകൾ ആര് പ്രൊവൈഡ് ചെയ്താലും ആ കണ്ടൻറ്റുകൾ റീച്ച് വരും. അതായത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് വളരെ കുറവാണെങ്കിലും വരും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷനുള്ളൂ, 0യിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. എവിടെയെങ്കിലും തുടങ്ങണമല്ലോ, അത് 0യിൽ തുടങ്ങുക എന്നുള്ളതാണ്. അധികം ആളുകളും ചിന്തിക്കുക ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതായത് നമുക്കവിടെ വലിയൊരു അവസരം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ബിസിനസ് ചെയ്യാൻ, ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയൊരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്. കാരണം അധിക പേരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണത്, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നൊരു ചിന്ത മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കി നമ്മളിതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വലിയ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നെടുക്കുന്നത്. അപ്പോൾ 0 ഫോളോവർ ആണെന്ന് കരുതി നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ അവസരങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി പലരും വരുത്തുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാം കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ളത്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര 1000 ഫോളോവർ നിങ്ങൾക്ക് കിട്ടും, ഇത്ര 1000 സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും പരസ്യം കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ മാത്രം നമുക്ക് ഫോളോവേഴ്സായിട്ട് മതി. ആരെങ്കിലും വന്ന് ഫോളോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളിൽ നിന്ന് വാങ്ങാൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ നിന്ന് വാങ്ങും എന്നുറപ്പുള്ള കസ്റ്റമേഴ്സിനെ മാത്രം നമുക്ക് ഫോളോവേഴ്സായിട്ട് മതി. എല്ലാവരും വന്ന് ലക്ഷക്കണക്കിന് ഫോളോവർ കിട്ടിയിട്ട് യാതൊരു ഗുണവും നമുക്കില്ല, യൂസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇങ്ങനെ കാശ് കൊടുത്ത് ഫോളോവേഴ്സിനെ വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയൊക്കെ അറിയാം ആരൊക്കെയാണ് റിയൽ വ്യൂവേഴ്സ്, ബോട്ടുകൾ ആരൊക്കെയാണെന്നുള്ളത് അറിയാം, തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബിനെയും ഇൻസ്റ്റാഗ്രാമിനെയൊക്കെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അധിക സമയം അത് ബാക്ക് ഫയർ ചെയ്യും. അവർ നമ്മളുടെ പേജ് ബാനൊക്കെ ചെയ്ത് കളയും. പിന്നെ അത് മാത്രമല്ല, ഇവരൊക്കെ ഫോളോവറായിട്ട് കിടന്നിട്ട് കാര്യമില്ല, നമ്മളിടുന്ന കണ്ടൻറ്റുകൾ ഇവർ കാണണം, എന്നാൽ മാത്രമാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഫോളോവറെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നാച്ചുറലായിട്ടുള്ള നിങ്ങളുടെ കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കസ്റ്റമറെയും നിങ്ങളെയും തമ്മിൽ സോഷ്യൽ മീഡിയയുടെ ആ സിസ്റ്റം മീറ്റ് ചെയ്യിച്ചോളും. നിങ്ങൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യേണ്ടതില്ല. കാരണം ഇപ്പോൾ സിസ്റ്റം റൺ ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടെത്തിയത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എവിടെയൊക്കെയോ ബിസിനസ്സിനോടൊരു താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തിയത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി പണിയെല്ലാം എടുത്തേക്കുന്നത് യൂട്യൂബാണ്. അപ്പോൾ എന്നെയും എൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ നമ്മൾ മീറ്റ് ചെയ്യിക്കുക എന്നുള്ള പണി ശരിക്കും യൂട്യൂബിനാണ്. അത് അവർ ചെയ്യിച്ചോളും. ബാക്കിത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ഈ അബദ്ധം വരുത്തുന്നുണ്ട്. ഒരുപാട് ഫോളോവേഴ്സിനെ വാങ്ങിക്കുക, സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക. നമുക്ക് വേണ്ടത് നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള എൻഗേജിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതല്ലാതെ വെറുതെ കുറേ നമ്പറിൽ ഫോളോവേഴ്സിനെ കിട്ടിയിട്ട് കാര്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവസരമുണ്ട്. ഇങ്ങനെയാണ് വീഡിയോ ഫോർമാറ്റിലൂടെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എൻക്വയറി ചെയ്തു വരും. ഭാവിയിൽ അവർ നിങ്ങളുടെ കസ്റ്റമർ ആവുകയും ചെയ്യും. ഇനി അധിക പേരും ഉപയോഗിക്കാത്തൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. കാരണം മിക്കവരും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം ഉപയോഗിക്കും. അതും ഉപയോഗിക്കണം. നമ്മൾ യൂട്യൂബിനെ തഴഞ്ഞിടന കാണാറുണ്ട്. മിക്കവരും പ്രത്യേകിച്ച് യങ് ജനറേഷനിലുള്ളവർ ഇൻസ്റ്റഗ്രാം മാത്രം ഉപയോഗിക്കണം കാണാനായിട്ട് സാധിക്കും. അവർ ഫേസ്ബുക്കും യൂട്യൂബും തീരെ ഉപയോഗിക്കാതിരിക്കും. ഇവിടെ വരുന്ന നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലിയൊരു അബദ്ധമാണ്. ബിസിനസ്സിന് വേണ്ടി സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ സെർച്ച് എഞ്ചിനാണ്. ഒരു കസ്റ്റമർക്ക് ഒരു പ്രോബ്ലം വരാൻ നേരത്ത് ആദ്യം കയറി സെർച്ച് ചെയ്ത് നോക്കുന്നത് യൂട്യൂബിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ പ്രിൻ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആക്സസറീസാണ് വിൽക്കണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ പ്രിൻ്ററിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാക്കാമെന്ന് ഞാൻ ആദ്യം കയറി നോക്കുക യൂട്യൂബിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീഡിയോസ് ആ ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് യൂട്യൂബ് എത്തിച്ചോളും. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഇന്ന പാർട്സ് പോയതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് ആ വീഡിയോയിൽ തന്നെ ആ പാർട്സ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലൂടെ ഓർഡറുകൾ കിട്ടും. യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിനാണ്. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോകൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അത് മാത്രമല്ല, യൂട്യൂബിൽ നമ്മൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിലും അത് കാണിക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും യൂട്യൂബിലെ വീഡിയോസ് അവിടെയും കാണിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടും. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. യൂട്യൂബിനെ ഒരിക്കലും അവഗണിച്ചിടരുത്.
ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം മാത്രം ഉപയോഗിക്കും എന്നുള്ള വാശി പാടില്ല. ചിലരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഏത് ബിസിനസ് മറ്റേ കാര്യമല്ല പറയണം, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങളുടെ ഇഷ്ടം. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം പുതിയ മാർഗ്ഗത്തിലൂടെ എനിക്ക് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താമെന്നാണ് ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കേണ്ടത്. എവിടെ നിന്നൊക്കെ എനിക്ക് പുതിയ കസ്റ്റമറെ കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറെക്കുറെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കാം. മെയിനായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഇനി വീഡിയോയിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് എന്തെല്ലാം പറയണം, ആ വീഡിയോയിൽ എന്തൊക്കെ പറയണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തും പറയാം. നിങ്ങൾ ബിസിനസ്സിൽ നേരിടുന്ന ചാലഞ്ചസ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, നിങ്ങളുടെ പ്രൊഡക്റ്റും മറ്റ് പ്രൊഡക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് കാണുമ്പോൾ എല്ലാം ഒരേപോലെ ആയിരിക്കും, പക്ഷേ എൻ്റെത് ക്വാളിറ്റി ഉള്ളതാണ്, അത് തീരെ ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വലിയൊരു അവസരമാണ്. കാരണം നിങ്ങൾക്ക് കയ്യിൽ ഈ പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും, എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങണം. അങ്ങനെ പ്രത്യേക ഒരു റൂളൊന്നുമില്ല, ഇന്ന ടൈപ്പ് വീഡിയോ തന്നെ ചെയ്യണമെന്നൊരു റൂളൊന്നും സോഷ്യൽ മീഡിയയിലില്ല. നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന, അവർ കാണാൻ സാധ്യതയുള്ള ഏത് തരം വീഡിയോസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ചിലരെങ്കിലും മിസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഓർഡർ ചെയ്യണം അത് നിങ്ങൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ വിൽക്കുന്നത് എന്തെങ്കിലും ഡെക്കറേറ്റീവ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ബെനിഫിറ്റുകളും എല്ലാം പറഞ്ഞു, കസ്റ്റമർ അത്രയും കേട്ടിരുന്നു, ഇനി എന്താ ചെയ്യണം, ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് പറയണം. വീഡിയോയുടെ അവസാനമോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ നിങ്ങൾ പറയണം. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പിൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരാം, പേയ്മെൻറ്റ് അയയ്ക്കുക, നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരൂ എന്നുള്ള ആ കോൾ ടു ആക്ഷൻ എന്ന് പറയും. കസ്റ്റമർ ഇത്രയും വീഡിയോ കണ്ടു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ പറയണം, എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത്. പലരും മിസ്സാക്കുന്ന ഒരു സംഗതിയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനെങ്കിലും പറയാം. ചിലവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറയും, പക്ഷേ വാട്സപ്പ് നമ്പർ എങ്ങും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ കസ്റ്റമർ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യുക? പിന്നെ ചിലവർ വാട്സപ്പ് നമ്പർ 9 അക്കം മാത്രം കൊടുക്കും, 10 അക്കമുള്ള നമ്പറിൻ്റെ. അപ്പോൾ നിങ്ങളിതൊക്കെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ വരും. നിങ്ങളുടെ വീഡിയോക്ക് നല്ല രീതിയിൽ റീച്ച് വരും, പക്ഷേ എൻക്വയറിയോ സെയിലോ ഒന്നും വരില്ല. കാരണം ഇത് എങ്ങനെ ഓർഡർ ചെയ്യണമെന്നുള്ളത് കസ്റ്റമറോട് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് കസ്റ്റമർ നിങ്ങളുടെ വാട്സപ്പിൽ വരെ അഡ്രസ്സും പേയ്മെൻറ്റും അയച്ചു തന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുള്ളൂ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കസ്റ്റമറുമായിട്ടുള്ള ആശയവിനിമയം. അത് പരമാവധി വാട്സപ്പിലൂടെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിലെ എല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പ് കുറേ കൂടിയും ഈസി ആയിട്ട് ആളുകൾക്ക്, ഏത് പ്രായത്തിലുള്ളവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വാട്സപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മാക്സിമം വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മറ്റ് വെബ്സൈറ്റിലും ഫോറത്തിലും ഒക്കെയാണ് അത് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി വെബ്സൈറ്റ് ഉള്ളവരായിരിക്കും, എന്നാൽ കൂടി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്തെ ഒരു പേഴ്സണൽ കണക്ഷൻ അവിടെ ഫീൽ ചെയ്യും. വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്ത് അധിക പേർക്കും വാട്സപ്പാണ് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞല്ലോ, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു സിം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് വാട്സപ്പ് ബിസിനസ്സാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. വാട്സപ്പ് ബിസിനസ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അധിക കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുക. അപ്പോൾ അതെപ്പോഴും നമുക്ക് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും. അതിനുള്ള ഓപ്ഷനാണ് വാട്സപ്പിൽ ക്വിക്ക് റിപ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ് ബിസിനസ്സിൽ, സാധാ വാട്സപ്പിൽ അത് കാണില്ല. വാട്സപ്പിൻ്റെ ബിസിനസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ക്വിക്ക് റിപ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കസ്റ്റമർ ചോദിക്കാൻ ഇടയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഞാൻ തന്നെ അതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനിതിൽ ഉൾപ്പെടുത്തുള്ള വീഡിയോ ഭയങ്കര വലുതായി പോകും. ഒന്നും ചെയ്യാനില്ല, ബിസിനസ് വിത്ത് സുഹൈൽ PS വാട്സപ്പ് ബിസിനസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. 10-17 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ബിസിനസ് വിത്ത് സുഹൈൽ PS വാട്സപ്പ് ബിസിനസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ബിസിനസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ പഠിക്കാനായിട്ട് സാധിക്കും. വേഗത്തിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും, റിപ്ലൈസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും, ഗ്രീറ്റിംഗ് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണം വാട്സപ്പ് ബിസിനസ്സിനുണ്ട്. അപ്പോൾ കുറേ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗ്, പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗുകൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പരമാവധി വാട്സപ്പ് ഉപയോഗിക്കുക. ഇനി കസ്റ്റമറുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേഗത്തിൽ തന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കസ്റ്റമർ ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന് റിപ്ലൈ ഇല്ല, നാളെ റിപ്ലൈ ഇല്ല, 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെയാണ് റിപ്ലൈ കൊടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും സെയിൽ എടുക്കാൻ. കസ്റ്റമർ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. കസ്റ്റമർ ആ വേക്കിംഗ് അവറിലൊരു ചോദ്യം ചോദിക്കാൻ നേരത്ത് പരമാവധി നേരത്തെ തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് റിപ്ലൈ കൊടുക്കണമെങ്കിൽ എനിക്കങ്ങനെ ഞാൻ പലയിടത്തും പല പ്രൊഡക്റ്റുകളും എൻക്വയറി ചെയ്യാൻ നേരത്ത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് അവർ മറുപടി വന്നേക്കണത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂഡ് മാറിയിട്ടുണ്ടാവും. ഞാനത് അപ്പോൾ അവർ റിപ്ലൈ തന്നിരുന്നെങ്കിൽ വാങ്ങിയേനെ. പിന്നീട് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മറ്റു പല പരിപാടികളിലേക്കൊക്കെ എൻഗേജ്ഡ് ആവും. പിന്നെ ഇനിയിപ്പോൾ അത് വേണ്ടാന്നുള്ളൊരു ചിന്ത വരും. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലും. അവരാ ബയ്യിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആ ടൈമിൽ തന്നെ, വാങ്ങണമെന്ന് ധൃതിപ്പെട്ട് നിൽക്കുന്ന ആ ടൈമിൽ തന്നെ, കാരണം നിങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇവർ വന്നത്, നിങ്ങളുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. കാരണം വീഡിയോയിൽ നമ്മൾ വാട്സപ്പ് കൊടുത്തിരുന്നല്ലോ. അങ്ങനെ വരാൻ നേരത്ത് വേഗത്തിൽ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ പെട്ടെന്ന് പേയ്മെൻറ്റ് ഇട്ട് തന്നിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ചിലർ വരുത്തുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരുപാട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ കസ്റ്റമർ മലയാളികളാണെങ്കിൽ പരമാവധി മലയാള ഭാഷ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ കണക്ഷൻ അവിടെ വരെയും, ഒരു ട്രസ്റ്റ് അവിടെ ഉണ്ടാവുകയും ചെയ്യും, ഒരു വിശ്വാസം നമ്മളോട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഹിന്ദിക്കാർ വന്ന് കോണ്ടാക്ട് ചെയ്യണ പോലെ അല്ലായിരിക്കും മലയാളികൾ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മലയാള ഭാഷ ഉപയോഗിക്കുക. അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് മലയാളത്തിൻ്റെ കീബോർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരെണ്ണം മലയാളത്തിൽ ഞാൻ സൈഡിൽ ഒരെണ്ണം കൊടുത്തേക്കാം. ഏതായാലും നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കീപാഡ് മലയാളത്തിലാക്കാനായിട്ട് ശ്രമിക്കുക. മംഗ്ലീഷ് കീബോർഡുകളെല്ലാം കിട്ടും. ജസ്റ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മലയാളത്തിലേക്ക് പെട്ടെന്ന് ആക്കി നമുക്ക് വോയിസിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈപ്പ് ആവുന്ന രീതിയിലൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. കീബോർഡ് ഏതെങ്കിലും ഒരെണ്ണം, ഞാൻ ഇന്നതെന്ന് പറയണില്ല, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മലയാളത്തിൽ ഡൗൺലോഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ മലയാള ഭാഷയിൽ നമ്മൾ ടെക്സ്റ്റും മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോൾ കസ്റ്റമർ ചോദിക്കുകയാണ്, ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് ചോദിക്കാൻ നേരത്ത് നമുക്കത് മലയാളത്തിൽ തന്നെ സേവ് ചെയ്ത് വാട്സപ്പ് ബിസിനസ്സിൽ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ആ റിപ്ലൈ മലയാളത്തിൽ കിട്ടാൻ നേരത്ത് കുറച്ചും കൂടി പേഴ്സണൽ കണക്ഷൻ കസ്റ്റമറുമായിട്ട് വരിക, അവിടെ ഓർഡർ നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഷ, ആ ഭാഷ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷാണ് ഒരു പ്രൊഫഷണലിസം വേണ്ടേ എന്ന് കരുതി ചിലവർ ഇംഗ്ലീഷ് ഉപയോഗിക്കും. അങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ നേരത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളതൊന്നും വായിക്കില്ല, ചിലർക്ക് വായിച്ചാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. പരമാവധി മലയാള ഭാഷ തന്നെ മലയാളികളാണ് നിങ്ങളുടെ കസ്റ്റമറെങ്കിൽ മലയാള ഭാഷ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ അധിക കസ്റ്റമേഴ്സും മലയാളികളായിരിക്കും. അപ്പോൾ മലയാള ഭാഷ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഇംഗ്ലീഷ് വേർഡുകളും ഇംഗ്ലീഷ് ഭാഷയും നിങ്ങൾ ഉപയോഗിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതിയാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ. നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. പിന്നെ എൻക്വയറി ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ വാട്സപ്പിലേക്ക് എൻക്വയറി ചോദിച്ച് വരുന്ന കസ്റ്റമറോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയാം. കൂടുതൽ ഓഫറുകൾക്കും ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റുകൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 17 മിനിറ്റിൻ്റെ വാട്സപ്പ് ബിസിനസ് വിത്ത് സുഹൈൽ PS എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കസ്റ്റമറോടും മുമ്പ് എൻക്വയറി ചെയ്ത കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് തിരഞ്ഞ് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ 1000കണക്കിന് പേര് നിങ്ങളെ കോൺടാക്ട് ചെയ്തു, ഈ 1000 പേരെ കുത്തിയിരുന്ന് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലാവണ സംഗതിയല്ല, നടക്കണ കാര്യമല്ല. ഇതിനാണ് നമ്മുടെ അടുത്ത് എൻക്വയറി ചോദിച്ച് വരുന്ന കസ്റ്റമർ. ഇപ്പോൾ ഒരു കസ്റ്റമർ വരെയാണ്, നിങ്ങളൊരു ഷർട്ടാണ് വിൽക്കണതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പരസ്യത്തിൽ കാണിച്ചത് ഒരു പച്ച ഷർട്ടാണ്. അപ്പോൾ ആ പച്ച ഷർട്ട് നിങ്ങളുടെ അടുത്ത് തീർന്നു പോയി. അപ്പോൾ കസ്റ്റമർ ചോദിക്കുകയാണ് ഇനി അത് എന്നാ വന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. പുതിയ സ്റ്റോക്കുകളും പുതിയ മോഡലുകളും ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ഈ ബിസിനസ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ ആ കസ്റ്റമർ അതിൽ ജോയിൻ ചെയ്യും. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് പല എൻക്വയറിയും കാര്യങ്ങളെല്ലാം ചോദിച്ച് വരാൻ നേരത്തെ അവരെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിക്കാൻ നിങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പുതിയ സ്റ്റോക്ക് വരുമ്പോഴും പുതിയ ഓഫർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും അത് കാണുകയും ആ ഒരു ആയിരക്കണക്കിന് ആളുകൾ ഒരു ഗ്രൂപ്പിൽ നമുക്ക് 1025 പേരെ വരെ ജോയിൻ ചെയ്യിപ്പിക്കാം. നമുക്ക് ഒന്നിലധികം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അപ്പോൾ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് മാത്രം ഇട്ടാൽ മതി, അതെല്ലാവരിലേക്കും എത്തിക്കോളും. ഓരോരുത്തരെയും തിരഞ്ഞ് അയക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേഗത്തിൽ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത്. വേഗത്തിൽ റിപ്ലൈ വഴുകി കഴിഞ്ഞാലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റമർ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കും. അതായത് ഇവർ ഒരു പ്രൊഡക്റ്റ് പല സ്ഥലങ്ങളിൽ എൻക്വയറി ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് വഴുകിയാണ് റിപ്ലൈ കൊടുക്കണമെങ്കിൽ, നിങ്ങളെക്കാൾ മുമ്പ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന വേറൊരാൾ, അതിനെയാണ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. നമ്മളുമായിട്ട് മത്സരിക്കുന്നവർ, ബിസിനസ്സിൽ നമ്മളുമായിട്ട് മത്സരിക്കുന്നവരെ പറയുന്നതാണ്. മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അവർ നിങ്ങളെക്കാൾ വേഗത്തിൽ ഇവർക്ക് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അധിക സമയവും അവരുടെ അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ഓർക്കുക. ഞാൻ നേരത്തെ മിസ്സായതാണ്, ഇതും കൂടി ഒന്ന് ഓർക്കുക. വേഗത്തിൽ റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ് എങ്ങനെ പേയ്മെൻറ്റ് സ്വീകരിക്കണമെന്നുള്ളത്. പേയ്മെൻറ്റ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മളുടെ UPI ഫോർമാറ്റിൽ തന്നെയാണ്. ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ എടുക്കുക, ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട്. നല്ല രീതിയിൽ ഒരുപാട് ട്രാൻസാക്ഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ GST മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ വരുന്ന ടൈമിൽ മാത്രം GSTനെ പറ്റിയും മറ്റ് കറണ്ട് അക്കൗണ്ടിനെയൊക്കെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കുക. അതല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങളുടെ സ്വന്തം ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ബാങ്ക് അക്കൗണ്ട് വഴിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടും IFSC കോഡൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും UPI ഉള്ളത് കൊണ്ട് ഏറ്റവും എളുപ്പം UPIയിൽ തന്നെ ചെയ്യണതാണ്. അപ്പോൾ UPI വഴി നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാവുന്നേ ഉള്ളൂ. അതിൽ വലിയ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നുമില്ല. ഇനി പേയ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലരെങ്കിലും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ബിസിനസ്സുകാരെ ലക്ഷ്യം വെച്ച് ചില തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഹിന്ദിക്കാരാണ് ഈ തട്ടിപ്പിൻ്റെ പുറകിൽ. ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല ആളുകളും ഇത്തരം കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ബിസിനസ്സുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ തട്ടിപ്പുണ്ട്. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു സാരിയാണ് വിൽക്കണമെന്ന് വിചാരിക്കാം. സാരിയുടെ വില 2000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ഗൂഗിൾ പേയും ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കും. ഇതിലേക്ക് പേയ്മെൻറ്റ് ഇട്ടാൽ മതി, ഞങ്ങൾ കൊറിയർ അയച്ചു തരാമെന്ന് നിങ്ങൾ കസ്റ്റമറോട് പറയുന്നു. അപ്പോൾ കസ്റ്റമർ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തരും ഗൂഗിൾ പേയുടെ. 2000-ന് പകരം 20,000 രൂപ അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് പറയും, അയ്യോ 2000-ന് പകരം ഞാൻ 20,000 അയച്ചു, ഒരു 0 അറിയാതെ കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേയിൽ ചെന്നിട്ട് അവരുടെ നമ്പറിലേക്ക് ബാക്കി 18,000 രൂപ അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും ആ 20,000 രൂപ കിട്ടിയിട്ടില്ല, നമ്മുടെ ബാങ്കിൽ വന്നിട്ടില്ല. അതൊരു ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ ഫേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 0 കൂട്ടാനാണോ പാട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എപ്പോഴും ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. മിക്കവർക്കും അതുണ്ടായിരിക്കും. ഈ ബാങ്കിൻ്റെ അകത്ത് നമ്മളുടെ അക്കൗണ്ടിൽ കാശ് വന്നാൽ മാത്രമാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടോ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജോ ഇതൊന്നും വന്നിട്ട് കാര്യമില്ല. നമ്മളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആ എമൗണ്ട് റിഫ്ലക്റ്റ് ആവണം. ആ എമൗണ്ട് നമുക്ക് കാണണം. 20,000 രൂപ എന്നുള്ളത് കണ്ടാൽ മാത്രമാണ് 18,000 അയച്ചു കൊടുക്കാവുള്ളൂ. ഇത് അതിൽ കാണാതെ നിങ്ങൾ 18,000 അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള 18,000 രൂപ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2,000 രൂപയുടെ സ്ക്രീൻഷോട്ട് അവർ അയക്കും. അല്ല, 2,000 രൂപയാണ് വില എന്ന് നമ്മൾ പറയാൻ നേരത്ത് അവരൊരു 0 കൂടിപ്പോയി എന്ന് പറഞ്ഞ് 20,000-ൻ്റെ അയക്കും. അത് നിങ്ങളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കണതാണ്. അപ്പോൾ നിങ്ങൾ 18,000 ബാക്കി അങ്ങോട്ട് അയച്ചു കൊടുക്കുമല്ലോ. പ്രൊഡക്റ്റിൻ്റെ വില 2,000 ഉള്ളൂ, ബാക്കിത്തെ 20,000 നമുക്ക് വന്നെന്ന് കരുതി നമ്മൾ 18,000 ഓടിപ്പോയി അയച്ചു കൊടുക്കും. ഒരിക്കലും അത് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലൈവായിട്ട് ചെക്ക് ചെയ്യാനുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഏറെക്കുറെ എല്ലാ ബാങ്കുകൾക്കും അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാവും. ഇനി നിങ്ങൾക്കത് അറിയില്ല, എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിൽ ചെല്ലാം, അവരുടെ അടുത്ത് പറയുക സ്റ്റേറ്റ്മെൻറ്റ് ലൈവായിട്ട് ചെക്ക് ചെയ്യാനുള്ള ബാങ്ക് ആപ്പ് എങ്ങനെയാണെന്നൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറയാം. അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരും. ബാങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് തട്ടിപ്പ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ബിസിനസ്സുകാരുടെ കാശ് പോകണം. നമ്മൾ വാർത്തകളിലും ഇതെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരെ ലക്ഷ്യം വെച്ചിട്ടാണ്. കാരണം ബിസിനസ്സുകാരെ ഒരു ലക്ഷ്യം വെക്കണം എന്തിനാണെന്നറിയോ? കാരണം വലിയ വലിയ ട്രാൻസാക്ഷനുകൾ ബിസിനസ്സുകാരുടെ ഇടയിലാണ് നടക്കുക. അതുകൊണ്ടാണ് ബിസിനസ്സുകാരെ ലക്ഷ്യം വെക്കുന്നത്. സാധാരണക്കാരൻ 150 രൂപയൊക്കെയാണ് അവർ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് ചെയ്യണത്. അപ്പം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ട്രാൻസാക്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളെ ലക്ഷ്യം വെക്കും. അപ്പോൾ ബാങ്കിൻ്റെ നമ്മളുടെ അക്കൗണ്ടിൽ കാശ് വന്നാൽ മാത്രമാണ് അത് ചെക്ക് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാശ് റിഫ്ലക്റ്റ് ആയാൽ മാത്രമാണ് നമ്മൾ എന്ത് തന്നെ പ്രൊഡക്റ്റ് വരെ ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഒന്നും കണ്ടിട്ട് കാര്യമില്ല. ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണ ആപ്പാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കാശ് വന്നോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ ബാക്കി അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊറിയർ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുടുങ്ങും. ഞാനിത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് സംരംഭകരുണ്ട്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ നേരത്തെ നമ്മൾക്ക് കൊറിയർ അയച്ചു കൊടുക്കണം. ഷിപ്പിംഗ് ആൻഡ് പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സെഗ്മെൻറ്റാണ് ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഷിപ്പിംഗ് എങ്ങനെ ചെയ്യും, എങ്ങനെ കൊറിയർ അയച്ചു കൊടുക്കും? നമുക്ക് ലോക്കൽ കൊറിയറുകൾ ഉപയോഗിക്കാം. അത് ഓരോ സ്ഥലത്തും ഓരോ ലോക്കൽ കൊറിയറുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഷിപ്പ് ചെയ്യാം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് നല്ല ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1 കിലോ വരെ തൂക്കം വരുന്ന ഒരു ഷിപ്മെൻറ്റ് കേരളത്തിൽ എവിടെ അയക്കാനായിട്ട് 50 രൂപയാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസം 10 ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൊറിയർ ഓഫീസിൽ ചെന്ന് സംസാരിക്കുക. അവരുടെ അടുത്ത് പറയുക, ഞാൻ എല്ലാ ദിവസവും 10 ഓർഡറുകൾ വെച്ച് തരാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വോളിയം ഓർഡറുകൾ വരുന്നുണ്ട്, എനിക്ക് സാധാരണ ഷിപ്മെൻറ്റിൻ്റെ പ്രൈസ് പറ്റില്ല, എനിക്ക് കുറച്ച് തന്നെ. അപ്പോൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക. കാരണം നമ്മുടെ അടുത്തൊരു ലിവറേജ് ഉണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, ഇന്ന കൊറിയർ കമ്പനി എനിക്ക് ഇത്ര രൂപക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇതിന് തരുമോ എന്നുള്ളത് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡറുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലിരുന്നാണ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൊറിയർ എടുക്കാൻ അവരുടെ അടുത്ത് പറയുക, കൊറിയർ ഓഫീസിലുള്ളവരുടെ അടുത്ത് പറയുക. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കുള്ള ആ ട്രാവലിംഗ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം കൊറിയർ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ലൊക്കേഷനിലൊക്കെ എന്തായാലും ഡെലിവറിക്ക് അവർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നത് എടുക്കാനായിട്ട് പറയുക. കാരണം അവർക്ക് അവരുടെ ബിസിനസ് റൺ ചെയ്യണത് നിങ്ങളെപ്പോലുള്ളവരുള്ളതുകൊണ്ടാണ്. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. ആളുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തൊരു ഡീല് സെറ്റ് ചെയ്യാനായിട്ട്, ഡീല് മേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് 10 ഓർഡർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, എല്ലാവർക്കും കൊടുക്കണ പ്രൈസ് എനിക്ക് പറ്റില്ല, എനിക്ക് കുറച്ച് വില കുറച്ച് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോളിയത്തിൽ കൂടുതൽ ഓർഡറുകൾ നിങ്ങൾക്ക് തന്നെ ആളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് ആ കൊറിയർ എടുത്തുകൊണ്ട് പോകാനായിട്ട് അവരോട് പറയുക. അവർക്ക് അതിനുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ ഏത് കൊറിയർ ഉപയോഗിക്കണമെന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ്. അത് ഓരോ സ്ഥലങ്ങളിലും ഓരോന്നാണ്. ഇപ്പം നിങ്ങളുടെ നാട്ടിലുള്ള ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ചെയ്താണ് ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് അതുപോലെ ഒരുപാട് കൊറിയർ കമ്പനികളുണ്ട്. എല്ലാ ടൗണുകളിലും കൊറിയർ കമ്പനികളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കുക. കുറച്ച് കസ്റ്റമർക്ക് ഇന്ന കൊറിയർ വഴി അയച്ചു നോക്കുക, കുറച്ച് കസ്റ്റമർക്ക് ഇന്ന കൊറിയർ വഴി അയച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നല്ല കൊറിയർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് മറ്റേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ആമസോണും ഫ്ലിപ്കാർട്ടിൻ്റെ കൊറിയർ സർവീസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൊറിയറിന് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇനി അതുപോലെ തന്നെ പലർക്കും വരാൻ സാധ്യതയുള്ളൊരു സംശയമാണ് ഈ പാക്കേജിങ്ങിൻ്റെ കാർട്ടൺ ബോക്സ്, അതുപോലെ പുതിയ സംഗതികൾ, ഈ ബബിൾ റാപ്പ്, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. നിങ്ങൾക്ക് 2 രീതിയിൽ അത് ചെയ്യാം. നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ടല്ലോ, എല്ലാ ജില്ലയിലും ഉണ്ടാവും അങ്ങനെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ എറണാകുളത്താണെങ്കിൽ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഓൺലൈൻ വഴി, ഫ്ലിപ്കാർട്ട് വഴി, ആമസോൺ വഴി നിങ്ങൾക്ക് കുറേ കാർട്ടൺ ബോക്സുകൾ, അതുപോലെ തന്നെ ബബിൾ റാപ്പ്, കത്രിക, ഇതുപോലുള്ള സംഗതികളെല്ലാം വാങ്ങാനായിട്ട് സാധിക്കും. മീഷോ, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല ഓർഡറുകൾ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രാൻഡിൽ തന്നെ കാർട്ടൺ ബോക്സുകൾ ഇതെല്ലാം നല്ല വോളിയം വരികയാണെങ്കിൽ മാത്രം, അല്ലാതെ തുടക്കത്തിലേ എടുത്ത് അടിച്ചു വെക്കരുത്. അങ്ങനെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സാധനം അവിടെ ഡെഡ് സ്റ്റോക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും തുടക്ക സമയത്ത് കുറച്ച് വില കൂടുതലാണെങ്കിലും കുറഞ്ഞ ക്വാണ്ടിറ്റി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈവൻ അത് ഡെഡ് സ്റ്റോക്ക് ആയാലും നമുക്ക് പരിചയത്തിലുള്ളവർക്കെങ്കിലും സെല് ചെയ്യാനോ അല്ലെങ്കിൽ ലോക്കൽ ഷോപ്പുകളിൽ കൊടുക്കാനൊക്കെ സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, തുടക്ക സമയത്ത് ഇത്ര എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇത്ര വിലക്ക് തരാം എന്ന് കേട്ട് നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ വലിയ എമൗണ്ടിൽ എടുത്ത് വെക്കാതിരിക്കുക. തുടക്ക സമയത്ത് കുറച്ച് വില കൂടിയാലും പ്രശ്നമില്ല, ക്വാണ്ടിറ്റിയും നമ്മൾ ഇറക്കുന്ന കാശിൻ്റെ ആ ഒരു വാല്യൂയും കുറയ്ക്കാനായിട്ട് നോക്കുക. 1000-ന് എടുക്കാൻ സാധിക്കുമെങ്കിൽ 1000-ന് എടുക്കുക. അവിടെ പോയി നിങ്ങൾ 10,000-നോ 1,00,000-നോ എടുക്കരുത്. 10,000-ന് എടുക്കാൻ നേരത്ത് തീർച്ചയായിട്ടും വില കുറയും, 1,00,000-ന് എടുക്കാൻ നേരത്ത് അതിലും വില കുറയും. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ എക്സ്പെരിമെൻറ്റേഷൻ്റെ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും തന്നെ വേസ്റ്റ് ആക്കരുത്, നമ്മൾ പ്രത്യേകിച്ച് കാശ് വേസ്റ്റ് ആക്കാതിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, കൊറിയർ അയക്കാൻ നേരത്ത് അഡ്രസ്സ് കൃത്യമായിട്ട് കസ്റ്റമറോട് അയച്ചു തരാനായിട്ട് പറയാം. അഡ്രസ്സിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. കസ്റ്റമറുടെ പേര്, കസ്റ്റമറുടെ വീട്ടുപേര് അല്ലെങ്കിൽ സ്ഥാപനം, ഓഫീസിൻ്റെ പേര്, അത് ഏത് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തന്നെ പിൻ കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പിൻ കോഡ് കൃത്യമായിട്ട് തന്നെ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കണം. മൊബൈൽ ഫോൺ നമ്പർ, ഒന്നിലധികം മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ കോഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അഡ്രസ്സിലെ ബാക്കി എന്തൊക്കെ ശരിയാണെങ്കിലും ആ കസ്റ്റമറുടെ അടുത്ത് അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കൊറിയർ ഓഫീസുകൾ കൊറിയർ അയക്കുന്നത് പിൻ കോഡ് നോക്കിയിട്ടാണ്. അഡ്രസ്സ് ഇങ്ങനെ ഇരുന്ന് ഓരോന്നും വായിച്ചു നോക്കിയിട്ടല്ല, അവർ പിൻ കോഡ് അടിസ്ഥാനത്തിലാണ് ഇത് തരം തിരിച്ച് ഇന്നത് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്നത് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് തീരുമാനിക്കണത്. അപ്പോൾ നമ്മളുടെ കസ്റ്റമർ പിൻ കോഡിൽ ഒരക്കം തെറ്റിയാൽ പോലും അത് വേറൊരു സ്ഥലത്തേക്ക് പോവുകയും കസ്റ്റമർക്ക് കിട്ടാതെയും വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് അവിടെ നഷ്ടമാവും. ഇത് വരാതിരിക്കാനാണ് അഡ്രസ്സ് കൃത്യമായിട്ട് കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക. ഒരു ഉദാഹരണം, ഇപ്പോൾ നിങ്ങളുടെ ഷർട്ടിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നു, കസ്റ്റമർ അഡ്രസ്സ് അയച്ചു തരാൻ നേരത്ത് കസ്റ്റമറുടെ അടുത്ത് ഒന്നും കൂടി ചോദിക്കുക, അഡ്രസ്സ് കറക്റ്റ് അല്ലേ എന്ന് ഒന്ന് വെരിഫൈ ചെയ്ത് തരും. ആ പിൻ കോഡും ഫോൺ നമ്പറും കറക്റ്റ് അല്ലേ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യാൻ കസ്റ്റമറുടെ അടുത്ത് പറയാം. ഒന്നിലധികം ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങിക്കുക. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നിങ്ങളൊരു ഫോർമാറ്റ് അങ്ങ് അയച്ചു കൊടുക്കുക. നെയിം, അഡ്രസ്സ്, പിൻ കോഡ്, ഫോൺ നമ്പർ, ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ലാൻഡ് മാർക്ക്, ഇങ്ങനെ പൂരിപ്പിക്കാൻ പാകത്തിന് നിങ്ങൾ വാട്സപ്പിൽ അങ്ങ് അയച്ചു കൊടുക്കുക. അപ്പോൾ കസ്റ്റമർക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഈ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ വീടിനോടോ സ്ഥാപനത്തിനോടോ അടുത്തുള്ള പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് ലാൻഡ് മാർക്ക് എന്ന് പറയും. ഒരു ഉദാഹരണം, ഓപ്പോസിറ്റ് SBI ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് ഇന്ന ഹോസ്പിറ്റൽ, അഡ്ജസൻറ്റ് ടു ഇന്ന ടെക്സ്റ്റൈൽസ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ലാൻഡ് മാർക്കും കൂടി ഉണ്ടെങ്കിൽ അഡ്രസ്സിലുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം ഈ കൊറിയറുമായിട്ട് പോകുന്ന ആ കൊറിയർ അസോസിയേറ്റിന്, ആ ഡെലിവറി ബോയ്ക്ക് ഈ അഡ്രസ്സ് കസ്റ്റമറെ ഫോണിൽ വിളിച്ചിട്ട് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ ഈ ലാൻഡ് മാർക്കിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് SBIയുടെ ATM എന്നാണ് കൊടുത്തേക്കണമെങ്കിൽ ഡെലിവറി ബോയ്ക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ SBI ബാങ്കിൻ്റെ ആ ATMൻ്റെ അവിടെ ചെല്ലും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനമായിരിക്കും, സ്ഥാപനത്തിൻ്റെ പേര് എന്തായാലും അഡ്രസ്സിലുണ്ടാവില്ല. അങ്ങനെ നോക്കി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്, ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും റിട്ടേൺ വരില്ല. നമ്മൾ അയക്കുന്ന സാധനങ്ങളെല്ലാം കസ്റ്റമർക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അയച്ചു കൊടുക്കണം. ഇത് അയക്കേണ്ടതെല്ലാം അതേപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് കാശ് നഷ്ടമാണ്, ഷിപ്പിംഗ് ചാർജ് നഷ്ടമാണ്, കസ്റ്റമർ റീഫണ്ട് ചോദിക്കും. ചില സമയത്ത് നമുക്ക് ഇപ്പോൾ പ്രവാസികളൊക്കെയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരാഴ്ചക്കുള്ളിലൊക്കെ തന്നെ കിട്ടണം. കാരണം അവർ പുറത്തേക്ക് പോകുന്ന ടൈമിലൊക്കെ ആയിരിക്കും, നാട്ടിൽ നിന്ന് മടങ്ങി തിരിച്ച് ഗൾഫിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓർഡർ തന്നെ. അപ്പോൾ കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് കൃത്യസമയത്ത് കിട്ടണമെങ്കിൽ അഡ്രസ്സ് വളരെ കറക്റ്റായിരിക്കണം. 2 നമ്പർ ഉണ്ടെങ്കിൽ 2 നമ്പർ ചോദിച്ച് വാങ്ങിക്കുക. പിൻ കോഡ് ശരിയാണോ എന്ന് ഒന്നും കൂടി വെരിഫൈ ചെയ്യുക. ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ ലാൻഡ് മാർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആളുടെ പേര് മാത്രം പോരാ, വീട്ടുപേരോ സ്ഥാപനത്തിൻ്റെ പേരോ വേണം, എന്നാൽ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ആളുടെ പേരൊന്നും ആളുകൾക്ക് നമുക്ക് പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ ഇന്ന സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ ചെന്നിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അഡ്രസ്സ് കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കണമെന്നൊക്കെ അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ മലയാളത്തിൽ നിങ്ങൾ കാണില്ല എന്ന് പറഞ്ഞതാണ്. കാരണം ഇതെല്ലാം ഇതിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ നേരത്ത് ചില കസ്റ്റമറെങ്കിലും നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ നോക്കും. ചിലപ്പോൾ അവരുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഡാമേജ് സംഭവിച്ചതായിരിക്കാം. ഇപ്പം നിങ്ങൾ അയച്ചു കൊടുത്തു,
കുറച്ച് ദിവസം കഴിയുന്നത് കസ്റ്റമർ കോൺടാക്ട് ചെയ്യും. ഇത് ചിലപ്പോൾ പൊട്ടിപ്പോയി കീറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അല്ല, നമ്മൾ കസ്റ്റമറെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, വളരെ നല്ല രീതിയിൽ അവരോട് സംസാരിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ചിലരെങ്കിലും സാഹചര്യങ്ങളെ മുതലെടുക്കാനായിട്ട് നോക്കും. അവർ ചിലപ്പോൾ പൊട്ടിപ്പോയി കീറിപ്പോയി എന്നൊക്കെ പറയും. ഇത് സംഭവിക്കാതിരിക്കാനാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ കസ്റ്റമറോട് പറയാം. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ടോയ് ആണെന്ന് വിചാരിക്കുക. ഈ ടോയ് കുട്ടിയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ തന്നെ നല്ല ഫോമിൽ എന്തായാലും ഇരിക്കണം. എന്തായാലും കുട്ടി കളിച്ചാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ദിവസം അത് പൊട്ടും, അത് ഉറപ്പാണല്ലോ. അപ്പോൾ അതിക്ക് മുമ്പ് തന്നെ ആ പൊട്ടിക്കണേൻ്റെ വീഡിയോ എടുക്കാൻ കസ്റ്റമറോട് പറയാം. കൊറിയർ അയച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ പറയാം, ഞങ്ങൾ കൊറിയർ അയച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടാണ് അയച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ അൺബോക്സ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കാം, ഇൻ കേസ് എന്തെങ്കിലും റിട്ടേണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ നിർബന്ധമായിട്ട് അവരോട് ചോദിക്കുക. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അല്ല, ഒരു ചെറിയ 1-2 പേരൊക്കെ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് അവർക്ക് കിട്ടിയതിന് ശേഷം നമ്മളെ വീണ്ടും ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യും. ഇത് കിട്ടിയപ്പോൾ തന്നെ പൊട്ടിയാണ് ഇരുന്നതെന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസാണ് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെയുള്ള അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക, ഞങ്ങളൊരു അൺബോക്സിങ് വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു, അതൊന്ന് അയച്ചു തരുമോ എന്നുള്ളത് നമുക്ക് ചോദിക്കുക. അൺബോക്സ് ചെയ്യണം, അതിൽ അൺബോക്സിങ്ങിൻ്റെ ആ പെട്ടിയും കാര്യങ്ങളും എല്ലാം വേണം, അത് പൊട്ടിക്കുന്നതെല്ലാം കൃത്യമായിട്ട് അതിൽ കാണാം. എന്നാൽ മാത്രമാണ് നമുക്കപ്പോൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതിന് നമ്മൾ ഒരു പക്ഷേ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി, 100, 200, 300 കസ്റ്റമേഴ്സൊക്കെ തുടർച്ചയായിട്ട് വരാൻ നേരത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുക എന്നുള്ളത്. കസ്റ്റമറോട് പറയുക, നമ്മുടെ നമ്പർ, ബിസിനസ്സായിട്ടുള്ള നമ്മുടെ നമ്പർ അവരോടും സേവ് ചെയ്യാൻ പറയുക. പരസ്പരം നിങ്ങൾ 2 പേരും നമ്പറുകൾ സേവ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ആവാൻ നേരത്ത്, പുതിയൊരു സംഗതി ലോഞ്ച് ആവാൻ നേരത്ത് നമുക്ക് ഈ കസ്റ്റമേഴ്സിന് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെയും നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. വാട്സപ്പിൽ തന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള കസ്റ്റമറെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക, ചുമ്മാ മെസ്സേജ് അയച്ചാൽ തന്നെ എല്ലാവരിലേട്ടും പോകും. പക്ഷേ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് റിസീവ് ആവണമെങ്കിൽ 2 പേരും പരസ്പരം നമ്പർ സേവ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയുന്നത് കസ്റ്റമേഴ്സിനോട്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനോട്. ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിധിയാണ് നമ്മളുടെ. എല്ലാ സമയത്തും പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതില്ല. നമ്മളുടെ അടുത്തുനിന്ന് മുമ്പ് വാങ്ങിയവർക്ക് വീണ്ടും മെസ്സേജ് അയച്ച് മാർക്കറ്റിംഗ് ചെയ്ത് അവർക്ക് വീണ്ടും നമ്മളുടെ പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റിൻ്റെ തന്നെ അടുത്ത വെർഷനോ എന്തെങ്കിലുമൊക്കെ വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കൺസ്യൂമബിൾ കാറ്റഗറിയിൽ ബിസിനസ് ചെയ്യുന്നവർ. കൺസ്യൂമബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉപയോഗിക്കുന്തോരം തീർന്നു പോകുന്നത്, കഴിക്കുന്തോരം തീർന്നു പോകുന്ന ഭക്ഷണം, അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ്, ക്രീമുകളോ ഹെയർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നവരെ തീർന്നു പോകുന്ന കൺസ്യൂമബിൾ കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ സെല് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണെന്ന് വിചാരിക്കുക. ഒരു 100 ml ഹെയർ ഓയിൽ ഒരു സാധാരണ ഒരു കസ്റ്റമർ എത്ര നാൾ ഉപയോഗിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കുറച്ച് കാലം ആ ഫീൽഡിൽ നിൽക്കാൻ നേരത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം എന്നുള്ള ഇതാണെങ്കിൽ ആ 1 മാസം കഴിയാൻ നേരത്ത് ഈ കസ്റ്റമർക്ക് വീണ്ടും നമുക്ക് മെസ്സേജ് അയച്ച് ആ ഹെയർ ഓയിൽ വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു തവണ ഒരു കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി. എപ്പോഴും പുതിയ കസ്റ്റമറെ കണ്ടെത്തണ്ട. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സിലൊരു റൂളുണ്ട്, 2 രീതിയിൽ നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കും. പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് വിറ്റുകൊണ്ടും നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് പുതിയ കസ്റ്റമറെ കണ്ടെത്താം, മറു സൈഡിൽ നിന്ന് നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് എന്തെങ്കിലും വിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് 2 സൈഡിൽ നിന്നുള്ള വരുമാനം കിട്ടും. അപ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സിന് വിൽക്കണമെങ്കിൽ അവരുടെ നമ്പർ നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. വാട്സപ്പ് സ്റ്റാറ്റസ് ഒരാൾ കാണണമെങ്കിൽ പരസ്പരം നമ്പർ സേവ് ചെയ്താലാണ് കാണുള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടുകയും ആ കസ്റ്റമർക്ക് ഒരു റിമൈൻഡർ പോലെ ആയിരിക്കും വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ്, ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, ഞങ്ങളിവിടെയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇന്ന ബിസിനസ്സൊക്കെയാണ് ചെയ്യണത്, മുമ്പ് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയിരുന്നു, അപ്പോൾ വീണ്ടും വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കരുത്, അവരെ സേവ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ സെല് ചെയ്യാനായിട്ട് നോക്കാം. ഇത് പറയാൻ നേരത്ത് ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ ഹരാസ് ചെയ്യണതിന് തുല്യമല്ലേ അത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, വാങ്ങണ്ടോ എന്ന് ചോദിക്കണം. കസ്റ്റമറെ ഹരാസ് ചെയ്യണതിന് തുല്യമല്ലേ എന്നാണ് ചോദിക്കാറ്. ഒരിക്കലുമല്ല. കാരണം
നമ്മളുടെ പ്രൊഡക്റ്റ് ആ കസ്റ്റമർക്ക് ഏതെങ്കിലും ഒരു വിധേന ഉപകാരപ്പെടണമെങ്കിൽ, ഒരു വാല്യൂ ആ കസ്റ്റമർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കസ്റ്റമറെ അവിടെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പം നിങ്ങൾ വിൽക്കുന്ന ഒരു ഷർട്ടാണെങ്കിൽ ആ ഷർട്ട് ഇടുമ്പോൾ ആ കസ്റ്റമർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പുതിയൊരു മോഡൽ വരാൻ നേരത്തെ അതും കൂടി ആ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. കാരണം ആ കസ്റ്റമർക്ക് എന്തായാലും ഷർട്ട് വേണം. നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഈ കസ്റ്റമർ പോകും. അപ്പോൾ നിങ്ങൾക്കൊരു സെയിൽ നഷ്ടമായില്ലേ? അങ്ങനെ നഷ്ടമാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ തന്നെ കസ്റ്റമർ ആക്കാനായിട്ട് നോക്കുക. വേറെ ഒരാൾ ആ കസ്റ്റമർ അടിച്ചുകൊണ്ട് പോകും. കസ്റ്റമറെ ഹരാസ് ചെയ്യണതിന് തുല്യമാണെന്ന് കരുതി നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ ഒരു മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പരസ്യങ്ങളെല്ലാം ഇവരുടെ മുമ്പിലേക്കല്ലേ വന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ എക്സ്ചേഞ്ച് ആണ്. കസ്റ്റമർ നമുക്ക് മണി തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മൂല്യം അവർക്ക് കൊടുക്കുന്നു. മാർക്കറ്റിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, അവരും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പരസ്പരമുള്ളൊരു മ്യൂച്വൽ സഹായമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്തതിന് ശേഷമാണ് അവരുടെ അടുത്തുനിന്ന് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത്. അതിലൂടെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഈവൻ വിൽക്കുന്നത് ഒരു ഷർട്ടാണെങ്കിൽ പോലും ആ ഷർട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസ് അവർക്ക് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുക. അതൊരിക്കലും ഒരു ഹറാസ്മെൻ്റ് അല്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മെസ്സേജ് അയക്കാനല്ല ഞാൻ പറയണത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യണം. അതിൽ മടി കാണിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടാൻ അത് സഹായിക്കും. അപ്പോൾ വിറ്റ കസ്റ്റമർക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ വിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി ഈ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് കിടക്കുകയാണ്. മൊത്തത്തിലുള്ള സമ്മറി ഞാൻ പറയാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്ഷൻ എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ കേട്ടിരുന്ന് ഒരു ആക്ഷനും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് തന്നെയല്ല ഒന്നും തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മേളിൽ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുത്താൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് ശരിക്കും അങ്ങ് ചെയ്യണം. ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കാതെ അത് ടൈം വേസ്റ്റാണ്. നിങ്ങൾ കാര്യങ്ങൾ ഇറങ്ങി തിരിച്ച് ചെയ്യാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ മുമ്പിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വന്നേക്കാണ് സോഷ്യൽ മീഡിയ പോലുള്ള. കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് അഫോർഡബിൾ ആയിട്ടുള്ള ഫോൺ നമുക്കില്ലായിരുന്നു, ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നു, UPI പേയ്മെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൊറോണ എല്ലാം വന്നപ്പോൾ ഒരുപാട് പേര് ഇൻ്റർനെറ്റ് എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി. കുട്ടികൾക്ക് പഠിക്കാനും വീഡിയോസ് കാണാനും അതുപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഓൺലൈനിലായിട്ട് ഒരുപാട് ആളുകൾ വരാനായിട്ട് തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചേക്കുകയാണ്. അതിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക, ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്, സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിച്ച് സമയം വേസ്റ്റ് ആക്കും. അപ്പോൾ വീഡിയോയുടെ ആദ്യം മുതൽ കൃത്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. ഓരോ സ്റ്റെപ്പുകളും ക്ലിയർ ആയിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 4-5 മാസത്തിനുള്ളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ആക്ഷൻ എടുക്കുന്നതിലാണ് കാര്യം, നമ്മൾ കേട്ടിരിക്കുന്നതിലല്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഇറങ്ങി തിരിച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കേസിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഹെൽപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കോഴ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇത് ഞാൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ലഭിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യുക എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം, എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാം, കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് കോഴ്സിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് സപ്പോർട്ടും ലഭിക്കും. അപ്പോൾ ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം.